ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ദേ ഷോയൊക്കെ കാണിച്ച് എങ്ങോട്ടാണെന്നറിയോ, ഒന്ന് ടൗൺ വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഒരാളും കൂടെ ഉണ്ട്. ആ ആൾ ബസ്സിൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറും കേട്ടോ. അപ്പോൾ ഞാൻ ബസ് കാത്ത് നിന്നപ്പോഴത്തേനും കുറേ പൂച്ചകൾ എന്താ പറയുക, മീൻ വണ്ടിക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് കേട്ടോ. അതൊക്കെയാണെങ്കിൽ മീനിൻ്റെ വേസ്റ്റൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ അടികൂടിയൊക്കെ അതേ കഴിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ ഒരു കാക്കയും കൂടെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഇറങ്ങി ഇതേ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ പോവാമെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉള്ളൊരു കാര്യത്തിന് വന്നതാണ് കേട്ടോ. കാരണം ആമിക്കും അമ്പാടിക്കും ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഈ മാസം. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവരുടെ ടീച്ചറാണ് കേട്ടോ ഇത്, ഞങ്ങളുടെ ഗായത്രി കുട്ടി. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും വൈകിട്ടൊന്നും ഇല്ല കേട്ടോ, പക്ഷേ കട ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചീനെ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ ചേച്ചി ഒരു അരമണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോസ്റ്റായി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ. ആമീനെ അമ്പാടിനെ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കൊണ്ടാക്കിയപ്പോൾ പറഞ്ഞു അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവൾക്ക് അതിനുള്ള ഒരു ഇതുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പോകെ എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്താൽ ഇതെൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ കുട്ടികളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്ത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിന് മേലെയായി അവർ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ് അങ്ങ് പോവുകയാണല്ലേ. അപ്പോൾ അതേ ഞങ്ങളവിടെ കുറേ നേരം കാത്തു നിന്നു. അത് കഴിഞ്ഞിട്ട് കാത്തിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നിരുന്ന് ബോറടിച്ചത് അവൾ ഷോർട്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ കാണുന്നത് പ്രേതത്തിൻ്റെയൊക്കെയാണ് കേട്ടോ. എന്നെ കാണിച്ചു തന്നു. ഞാൻ ഒരു നോട്ടേ നോക്കിയോളൂ. എനിക്ക് പേടിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നതേ ചേച്ചി വന്നിട്ട് ഉണ്ട് കേട്ടോ. മഞ്ജു ചേച്ചി നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയാലേ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ നിങ്ങളോർക്കും അതിനെന്താ പുതുമാന്ന്. പക്ഷേ ഈ കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഒരു ശീലം, എൻ്റെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ അത്രയൊക്കെ എനിക്ക് എന്താ പറയുക, കുഞ്ഞ് ഒരു സന്തോഷമാണെങ്കിലും അതിന് വലിയ ഇതാക്കി മാറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അവൾ ഓരോന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്കൊരു പെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷനും ഡ്രസ്സൊക്കെ നമുക്ക് എന്താ പറയുക, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറയാനുണ്ടാവുമല്ലോ, അതിന് വേണ്ടി എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല, പക്ഷേങ്കിൽ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാ കളർ കോമ്പിനേഷനും എനിക്ക് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, സ്റ്റേജിൽ വരുമ്പോൾ ഒരു സെറ്റപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി കളർ കോമ്പിനേഷനൊക്കെ നോക്കി ഡ്രസ്സിൻ്റെ എന്താ പറയുക, ഓരോ വർഷം സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സാണ് അവർക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ അവൾ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സെമി ക്ലാസിക്കലിന് വേണ്ടിയുള്ള ഡ്രസ്സാണ് ആദ്യം നോക്കിയത്. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേനും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും നല്ല എല്ലാവർക്കും കൂടെ വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ നോക്കിയത്. അങ്ങനെ നോക്കി കുറേയൊക്കെ സെറ്റായി. കുറേയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വലിപ്പ വ്യത്യാസവും, അതായത് നമുക്ക് കുട്ടികൾ പല പ്രായത്തിലുള്ളവരായതുകൊണ്ട് നമുക്ക് ഒരുമിച്ചെടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ വളരെ ഈസിയാണെന്ന് ഓർത്ത് ഇരുന്ന് പോയൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഓരോ ഡ്രസ്സും സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ ഒരുമാതിരി ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് നോക്കിയിട്ടോ. കഴിഞ്ഞ വർഷവും നമ്മൾ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സ്വന്തം മേക്കപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ നാഗവല്ലി ആകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ നമ്മൾ നാഗവല്ലി ആയി പോകും കേട്ടോ. അമ്മാതിരി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആഭരണമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പം ഞാൻ അതേ വീഡിയോസും എടുക്കണം, എനിക്കിത് കാണുകയും ചെയ്യണം. ഞാൻ അങ്ങനെ ഓടി നടന്നതേ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മാല കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ എടുത്തിട്ട് അവർക്ക് രണ്ടുപേർക്കും വേറെ ഒരു സെപ്പറേറ്റ് ഇതാണ് കേട്ടോ എടുത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ആകാനും പാടില്ല, കുട്ടികൾക്ക് ചേരുകയും ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഈ ജുംക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അത് എവിടെയും കൊള്ളിക്കാൻ പറ്റില്ല, അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ വള സെലക്ട് ചെയ്തു. പിന്നെ കമ്മൽ കുട്ടികൾക്ക് എടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു കമ്മൽ നമുക്കൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. കാരണം ഞാനൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ അങ്ങനത്തെ കമ്മലാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ നെറ്റിച്ചുട്ടിയൊക്കെ ഞാനിങ്ങനെ മാറി വെച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ ശോഭന
വെച്ച് നോക്കും പോലെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എടുത്തു വെച്ചപ്പോഴത്തേനും ഞാൻ വേറെ ഒരാളായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ സൗണ്ട്. ഞാൻ ചിലങ്കയൊക്കെ കിട്ടി ഡാൻസ് കളിച്ചിട്ടുണ്ട് കൊച്ചിലെ. അപ്പം ഞാൻ കാലയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിൽ എന്നൊക്കെ ആക്കി നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞുനാളിലെ ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നൊക്കെ. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊന്നും പറ്റിയില്ല. എങ്കിലും എന്നെ സ്റ്റേജിലൊക്കെ ഒരുപാട് കയറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ. അപ്പം എന്താ പറയുക, അതാണ്ടോ ഞാനിങ്ങനെ തട്ടിയൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഇതെടുത്തുകൊണ്ട് ഓടും ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വിലയൊക്കെ ചോദിച്ച് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ആമിക്കാൻ പാടിക്കും നമുക്ക് ഒക്കണ സമയത്തിൽ വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ, സ്വന്തമായിട്ടൊരു ചിലങ്കയൊക്കെ. അത് നമുക്ക് ഗായത്രീനെ കൊണ്ട് കൊടുപ്പിക്കണം. അപ്പം ഞങ്ങൾ കയറിയിട്ട് ഒരു കുറേ മണിക്കൂറുകളായിട്ടോ, മണിക്കൂർ തന്നെ ഓർമ്മയില്ല, 3 മണിക്കൂറെന്ന് അവൾ പറയുന്നുണ്ട്. അത്ര അതിൽ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വയറ് വിശന്നിട്ട് ഒരു രക്ഷയില്ല. രാവിലെ 11 മണിക്ക് പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഷേക്ക് കുടിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കട നോക്കി നടക്കേണ്ടി വന്നില്ല, താഴെ തന്നെ കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഷേക്ക് കട നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു കേട്ടോ. ഭയങ്കര എളുപ്പമാണെന്ന് ഓർത്ത്, അതായത് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ഓർത്താണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടിട്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ 4 മണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പള്ളിയിലൊക്കെ കയറണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേങ്കിൽ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഷേക്ക് കഴിക്കാനായിട്ട് കയറി. നല്ല ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, എന്നാലും വീഡിയോസ് എടുത്തു കേട്ടോ. അവൾ പറഞ്ഞു എടുത്തോ ചേച്ചി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അവൾ നല്ല കമ്പനിയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ അവിടെ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട് കേട്ടോ കുട്ടികളോട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ കണക്കുകൂട്ടൽ തെറ്റിക്കാനായിട്ട് നമ്മുടെ ഷേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഷേക്ക് വന്നു, അവൾ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല, എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുകയാണല്ലോ, അപ്പോൾ വൃത്തിക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ കഴിച്ചു. വേറെ കഴിക്കാനൊന്നും മേടിച്ചില്ല കേട്ടോ. ഷേക്ക് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെയും പോസ്റ്റായിട്ടോ, കാരണം ബസ് വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് അതിൽ കൂടുതലായിരുന്നു കേട്ടോ. അപ്പോഴും ഞങ്ങൾ പോസ്റ്റായി നിന്ന് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ബസ്സൊക്കെ വന്നു. ബസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രാമം. അടിപൊളിയല്ലേ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പഠിച്ച സ്കൂൾ. ഞങ്ങൾ 2 സ്കൂളിലാണ് പഠിച്ചത്. ഈ അമ്പലത്തിലാണ് കേട്ടോ ഡാൻസ് പ്രോഗ്രാം. അങ്ങനെ ഞാൻ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കുട്ടികളെ നോക്കിക്കുവാണ് കേട്ടോ. കുട്ടികളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഒരു നാരങ്ങ വെള്ളവും പപ്സൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. അപ്പം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പം ഇത്രയുള്ളൂ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്